കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒക്കത്താണെന്ന് നമ്മുടെ ചുമലിൽ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചാണ് അമ്മമാർ കൊണ്ട് നടക്കുന്നത്. ഒക്കത്താണെന്ന് ആരും കരുതരുത്. അത് എന്ത് അർത്ഥത്തിൽ അത് പറഞ്ഞെന്നറിയത്തില്ല. ഈ സമരത്തിൽ കൊല്ലങ്കോട് പൊഴിയൂർ പ്രദേശം മുതൽ വർക്കല വരെ ധാരാളം തീരദേശ ജനതകളും മത്സ്യത്തൊഴിലാളികളും നല്ല സമർത്ഥരായ യുവജനങ്ങൾ ഇന്നലെയൊക്കെ നമ്മുടെ ഈ സമരവേദിയിൽ വളരെ സമൃദ്ധമായി സമ്പുഷ്ടമായി നമ്മളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം ആവേശത്തോടു കൂടി സംസാരിച്ച സരിത എന്ന പെൺകുട്ടി, ആതിര എന്ന പെൺകുട്ടിയൊക്കെ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരദേശ ജനത ഉണർന്നിരിക്കുകയാണ്. ഉണർന്നുകൊണ്ടല്ല, ഉണർന്നിരിക്കുന്നു. ഒരു വലിയ പടപ്പുറപ്പാടാണ്. ഇസ്രായേൽ ജനം അടിമത്വത്തിൽ നിന്ന് മോചനത്തിലേക്ക് സഞ്ചരിച്ച ആ ഓർമ്മകൾ, കാനാൻ നാട്ടിലേക്ക് നടന്ന് കാൽനടയായി നീങ്ങിയ ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ സമ്മേളിക്കുന്നത്. ഈ സമരം തിരുവനന്തപുരം ജില്ലയിലെ തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മാത്രമല്ല, പടപ്പുറപ്പാടല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളും സമുദായങ്ങളും ഒക്കെ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഈ പത്രവും വാർത്തയും ഒന്നും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കാണുന്നില്ല എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആരോഗ്യമൊക്കെ ഇതൊക്കെ മറച്ച് വെക്കുകയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഈ BJT ഹാൾ അയ്യങ്കാളിയുടെ നാമധേയത്തിലേക്ക് മാറ്റപ്പെട്ട ഹാളിൽ ഇങ്ങനെ പിച്ചക്കാശ് വാങ്ങിക്കാൻ ആളുകൾ വരുമെന്ന് അദ്ദേഹം വ്യാമോഹിച്ചു. അദ്ദേഹത്തെ ചില ആളുകളൊക്കെ വ്യാമോഹിപ്പിച്ചു. അങ്ങനെ 5500 രൂപ കൊടുത്ത് ഈ ജനങ്ങളെയൊക്കെ കബളിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വൃന്ദം ഈ മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ. അതുമാത്രമല്ല, അദ്ദേഹമാണ് ചതിക്കുഴിയിൽ വീണിരിക്കുന്നത്. അദ്ദേഹമാണ് ഒരു വലിയ ചതിക്കുഴിയിൽ വീണല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ മുങ്ങിപ്പോകത്തക്ക രീതിയിലിരിക്കുകയാണ്. ഈ പദ്ധതിയുമായി ചർച്ചകൾ ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഈ പദ്ധതി കെടുകാര്യസ്ഥതയുടെ ഈ പറഞ്ഞിരിക്കുന്ന ധാരാളം ഈ ഏർപ്പാടുകളുടെ കോഴയും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് എതിർത്ത മുഖ്യമന്ത്രിയാണ്. ഈ അടുത്ത കാലത്ത് 2017 നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിതി നിലനിർത്തുവാൻ ഭരണഘടനാപരമായി ഭരണഘടന എഴുതി ചേർത്ത നമ്മുടെ ധീരനായ അംബേദ്കർ പോലുള്ളവർ എഴുതി ചേർത്ത CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ രാജ്യത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാൻ ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയിരുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ പദ്ധതിയുടെ ലജ്ജാകരമായ ഏർപ്പാടുകളെ കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഏർപ്പാടുകളിൽ ഏർപ്പെട്ട ഭരണാധികാരികളെയൊക്കെ തൊലിയുരിക്കുന്ന രീതിയിലാണ് നമുക്കൊക്കെ ലജ്ജ തോന്നുന്നു. ഈ ഭരണാധികാരികൾ ഏർപ്പെട്ട ഏർപ്പാടുകൾ ഈ സംസ്ഥാനത്തിന്റെ തന്നെ നിലനിൽപ്പിന് വലിയ പ്രശ്നങ്ങളായി തീരും. അങ്ങനെ അദാനി എന്ന കരാറുകാരനെ സുഖിപ്പിക്കാനായി ഏർപ്പെടുത്തിയ ഏർപ്പാടുകളുടെ ഭരണാധികാരികളായി വന്ന ഈ ഭരണാധികാരികൾ ചതിയാണെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചതിക്കുഴിയിൽ ഈ സംസ്ഥാനത്ത് 3,35,00,000 വരുന്ന ആളുകളെയൊക്കെ ജനങ്ങളെ മുഴുവനും ചതിക്കുഴിയിലാക്കുന്ന ഈ ചതിക്കുഴിയിലാണ് നമ്മുടെ ഭരണാധികാരികൾ ഇരിക്കുന്നത്. ആ വസ്തുതകളൊക്കെ ഇങ്ങനെ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കാനായി, സാധാരണ ജനങ്ങൾ അറിയാതിരിക്കാനായി
നടത്തുന്ന ജൽപ്പനങ്ങളാണ്. ഈ ജൽപ്പനങ്ങൾ സാധാരണ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ മനോരമ പത്രം നോക്കി തീർന്നാൽ അതിൻ്റെ മുഖപത്രം എഴുതുക എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൻ്റെ തന്നെ നിലപാടാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു പത്രം പ്രസിദ്ധീകരിച്ചു, ഈ പ്രശ്നം ഈ രാജ്യം ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. ഇന്ന് രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് പൊഴിയൂർ മുതൽ വർക്കല വരെ നമ്മൾ ഈ സമരം നടത്തുമ്പോൾ പത്രങ്ങൾ പറയുന്നത് ഈ രാജ്യം ഏറ്റെടുക്കേണ്ട വിഷയമാണ്. അങ്ങനെ രാജ്യം ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്ന സമര ജേതാക്കള് ഒക്കത്താണെന്നും ഈ പറഞ്ഞിരിക്കുന്ന ചതിക്കുഴിയിലും ആണെന്നൊക്കെ പറയുമ്പോൾ ഈ ഭരണാധികാരികൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ ചതിക്കുഴി തിരിച്ചറിയാതിരിക്കാൻ പാടില്ല. ഈ സംസ്ഥാനത്തിന്റെ തന്നെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഇത് വളരെ വിശദമായി ഇന്നും രാവിലെ വേൾഡ് ബാങ്കിന്റെ ഒരു വിദഗ്ധൻ എഴുതിയ വാട്സാപ്പിൽ ലഭിച്ച ആ ലേഖനം, ഇംഗ്ലീഷ് ലേഖനം ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്ന ഹിന്ദു പത്രത്തിൽ 5-ാം തീയതി വന്നതാണ്. പക്ഷെ ചിലപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന മുഖപത്രമായിട്ട് വന്നു കാണും. കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് വന്ന ഹിന്ദു പത്രത്തിൽ കണ്ടില്ല. പക്ഷെ അദ്ദേഹവും ഈ പറഞ്ഞിരിക്കുന്ന CAGയും ഒക്കെ പറയുന്നത് ഈ സംസ്ഥാനത്ത് അഭിമാനബോധമുള്ള എല്ലാ പൗരന്മാരെയും അഭിമാനക്ഷതമുള്ളവരായി തല താഴ്ത്തി, കാരണം അത്രയും ഗൗരവമേറിയ പരാമർശമാണ് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭരണഘടനാ സ്ഥാപനമായ ആ സ്ഥാപനം എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ വളരെ ഗൗരവമേറിയ പരാമർശം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഭരണകർത്താക്കള് ഒരു ഏജൻസി, ഒരു കമ്മീഷനെ നിയമിച്ചു, രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ പഠനത്തിന്റെ യഥാർത്ഥ ഗതിയിലേക്ക്, യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, ഈ കമ്മീഷൻ എന്താണോ പഠിച്ച പുറത്തു കൊണ്ടുവരെ വിവരങ്ങൾ സംബന്ധിച്ച് ആരും അറിയാതെ ടേംസ് ഓഫ് റെഫറൻസ് മാറ്റി എഴുതി. ഇതാർക്കും അറിയത്തില്ല. പല രീതിയിൽ നമ്മൾ ശ്രമിച്ചതാണ് ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഭരണാധികാരികൾ ഉള്ളറകളിൽ ചെയ്ത ഏർപ്പാടാണ്. ആ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന്റെ കയ്യിലാണ്. ഈ പറഞ്ഞിരിക്കുന്ന CAG പറഞ്ഞ ഈ കെടുകാര്യസ്ഥത, ഈ പദ്ധതിയുമായി ഭരണാധികാരികൾ നടത്തിയ അവിഹിതമായ ഏർപ്പാടുകൾ അതിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP മുന്നണിയും ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ പങ്കുപറ്റിയ ആളുകളാണ്. നമ്മൾ ആ പങ്കിനെ കുറിച്ചൊന്നുമല്ല, നമ്മൾ പറഞ്ഞത് ഇവരുടെ ദുരഭിമാനം മാറ്റിവെച്ച വസ്തുതകൾ ആളുകളുടെ മുമ്പിൽ വയ്ക്കണം. ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ മുമ്പിൽ വയ്ക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നില്ല. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ മറ്റൊരു കമ്മീഷൻ, അങ്ങനെ കമ്മീഷനുകൾ ചുമതലപ്പെടുത്തി ഈ നമ്മുടെ സമ്പദ്ഘടനയുടെ ഖജനാവ് മുഴുവനും എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞൊരു വിജിലൻസ് കമ്മിറ്റി ഏർപ്പെടുത്തി. അങ്ങനെ കമ്മിറ്റി ആഫ്റ്റർ കമ്മിറ്റി, ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ മറ്റൊരു കമ്മിറ്റി. കാരണം ചവിട്ടിയ ഈ നിലത്ത് വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. വിജിലൻസ് കമ്മിറ്റിയും പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. എന്തേ ഇതൊക്കെ പുറത്തുവിട്ട് ഈ സംസ്ഥാനത്ത് വളരെ പ്രബുദ്ധരായ ആളുകളുമായി സംസാരിച്ച് നിലപാട് സ്വീകരിക്കാൻ മടിക്കുന്നു. ആ മടിയുടെ കാരണം ഇതാണ്. ഇതിനകത്ത് ഒരുപാട് ഏർപ്പാടുകൾ നടന്നു. അപ്പം ഞാൻ ഏർപ്പാടുകളുടെ ചില വഴികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പദ്ധതി ആരംഭിക്കുന്ന സന്ദർഭത്തിൽ റോയൽ ഹസ്കോണിംഗ് 8 ഏജൻസികൾ പഠിച്ചു. റോയൽ ഹസ്കോണിംഗ് എന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു, നമ്മുടെ കടൽ തീരം മുഴുവൻ പോകും, സൂക്ഷിക്കണം. നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പറഞ്ഞു, ഈ പദ്ധതി ഭയാനകമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അത് കഴിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുവാനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ്.
അതുപോലെ തന്നെ ഗ്രീൻ ട്രൈബ്യൂണൽ ഇത്തരം വൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആഘാതങ്ങൾ മുഴുവനും പഠിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതോടുകൂടി ഞാൻ നിർത്തും. ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്ന ആ കമ്മീഷൻ പറഞ്ഞിരുന്നു, നിലവിൽ 40,000-ലേറെ മത്സ്യത്തൊഴിലാളികൾ ഈ കർക്കിടക മാസത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മത്സ്യബന്ധനത്തിനായിട്ട് ഏക ആശ്രയമായ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം പ്രവർത്തനരഹിതമാകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലുള്ള 5 മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരിച്ചു. ആ അപകടങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുതലപ്പുഴയിൽ. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നിശ്ചയിച്ചിരുന്ന ചില തുകകളൊക്കെ ഈ അടിച്ചു മാറ്റും, കീഴ് പോക്കറ്റിലിട്ടുകൊണ്ട് പോകും. അങ്ങനെ പോക്കറ്റിലിട്ടതിൻ്റെ പോയതിൻ്റെ ഫലമായി മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വലയിൽ ജീവിക്കാൻ വേണ്ടി വലയിറക്കാൻ പോയ സഹോദരങ്ങൾ അപകടത്തിൽപ്പെട്ട ഇനിയും 3 വ്യക്തികളുടെ അതും കുട്ടികൾ ഉൾപ്പെടെ അവരുടെ ബോഡി പോലും ലഭിച്ചിട്ടില്ല. ഒരു ലജ്ജയുമില്ലാത്ത ഭരണാധികാരികളാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെ ചതി എന്നൊക്കെ പറയുമ്പോൾ ചതിക്കുഴിയിലിരിക്കുകയാണ്, ചതിയുടെ പാനപാത്രത്തിലിരിക്കുകയാണ്. മരണപ്പൊഴിയായിക്കൊണ്ടിരിക്കുന്ന ഈ മുതലപ്പൊഴി അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഈ നിയമസഭയിൽ ഉൾപ്പെടെ നിയമസഭാ സാമാജികന്മാർ ആവശ്യപ്പെട്ടിട്ട് പോലും പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി എത്ര ജീവനുകൾ നമ്മൾ ബലിദാനമായി സമർപ്പിച്ചാൽ പരിഹാരമാകും? 2 ആഴ്ച മുമ്പ് വീണ്ടും ചുണക്കുട്ടന്മാരായ 2 മത്സ്യത്തൊഴിലാളികൾ അവർ ബലിദാനമായി ഈ മുതലപ്പൊഴിയിൽ മരണപ്പെട്ടു. ഈ മരണപ്പൊഴികളെ ഈ പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞ് 5 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 2 തവണ കടൽ ഇളക്കം കാരണം, കടലിൽ ആ പൊഴിയിൽ മണ്ണ് കയറി തിരയിളക്കം കാരണം നമ്മുടെ ധാരാളം വള്ളങ്ങൾ മുട്ടി അപകടപ്പെട്ടു. ഇവർക്കൊന്നും ഇതിലൊന്നും ഒരു ലജ്ജയും നാണവുമില്ല. അങ്ങനെ നാണവും ലജ്ജയും ഈ ഭരണാധികാരികൾക്കുണ്ടായിരുന്നെങ്കിൽ ചതിക്കുഴിയിൽ അവരാണ് ഇരിക്കുന്നതെന്ന് സമ്മതിച്ച് ഞാൻ കടുപ്പിച്ച് പറയുന്നില്ല, സമ്മതിച്ച് കണ്ണെങ്കിലും തുറന്നു നോക്കണം. അതുപോലെ ഇത് വേറെ എവിടെയൊക്കെ വരുന്ന വിദേശികളിവിടെ സമരപ്പന്തലിൽ ഇരിക്കുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മമാരും നമ്മുടെ അപ്പന്മാരും അവരൊക്കെ തൊഴിൽ മുടക്കിയാണ് വരുന്നത്. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകളെ അവരെയൊക്കെ കാണാൻ പോലും കണ്ണ് കാണാത്ത ഭരണാധികാരി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ 350-ലേറെ എന്നെ അഭിമന്യ യൂസഫാക്കി പിതാവാണ് വിളിച്ചത്. 350-ലേറെ കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്. അഭിമന്യ യൂസഫാക്കി പിതാവിനോടൊപ്പം ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 2 പ്രാവശ്യമെങ്കിലും അഭിമന്യ പിതാവ് 4-5 തവണ നിവേദനങ്ങൾ സമർപ്പിച്ചു. അവസാനം അദ്ദേഹം സ്ഥാനത്യാഗം സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഒരു അപേക്ഷ പോലെ അപേക്ഷിച്ചു. പിതാവ് ആവർത്തിച്ച് പറഞ്ഞത്, ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടല്ല, മറ്റൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് ഈ കരാർ ഒപ്പിടുന്ന സർക്കാരിനോട് ഈ പറഞ്ഞിരിക്കുന്ന വീടുകൾ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ 475 കോടി, നമ്മൾ പറഞ്ഞത് 475 ഈ 475 കൊണ്ടും ഈ പോർട്ട് നിർമ്മിക്കുന്ന ആഘാതങ്ങൾ പരിഹരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ആ പദ്ധതികളെങ്കിലും തുറന്ന് ഭൂതം പോലെ കെട്ടിവച്ചിരിക്കുകയാണ്. ഈ ദുർഭൂതത്തിനകത്താണ് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. കഴിഞ്ഞ ദിവസം ഫിഷറീസ് മന്ത്രി പറഞ്ഞ് ആ ഭൂതത്തെ ഒന്ന് തുറന്നു വിടാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ ഇങ്ങനെ കെട്ടിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു 30 കോടി രൂപ അതിൽ നിന്ന് ചെലവഴിച്ചു. എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമുക്ക് സത്യം അറിയണം. 30 കോടി രൂപ അതിനകത്ത് നിന്ന് ചെലവഴിച്ചെങ്കിൽ അതെന്തിനു വേണ്ടി ചെലവഴിച്ചെന്ന് നമുക്കറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ഒന്നുമല്ല അത് പ്രഖ്യാപിച്ചതും ആവശ്യപ്പെട്ടത്.
നമ്മളെപ്പോലുള്ള ആളുകൾ രാത്രിക്ക് രാമായണം ഇരുന്ന് കൃത്യമായി എഴുതി കൊടുത്ത രേഖകളിന്മേൽ ഒപ്പിട്ടാണ് അത് അംഗീകരിച്ചത്. ആ തുകയിൽ നിന്നെങ്കിലും പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ പുനരധിവസിപ്പിക്കാനായി ക്യാമ്പുകളിൽ നിന്ന് ഒരു വാടക വീടുകളിലേക്ക് മാറണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇന്ദ്രജാലം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ആളുകളെ എങ്ങനെ അയ്യങ്കാളി ഹാളിലേക്ക് വിളിച്ച 5500 രൂപ കൊടുത്താൽ ഈ പട്ടണ പ്രദേശമായ ഈ വലിയ തുറയിലും കൊച്ചുതോപ്പിലുമൊക്കെ ആർക്ക് വീട് കിട്ടാൻ സാധിക്കും? അപ്പം യാഥാർത്ഥ്യബോധമില്ലാത്ത കുറേ വനരോധകനങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ രംഗത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അല്ലെങ്കിൽ അങ്ങ് പൊഴിയൂർ മുതൽ വിഴിഞ്ഞം വരെ നമ്മളിൽ ആർക്കും കടലിൽ പോകാൻ, നമ്മുടെ സഹോദരങ്ങൾക്കും അപ്പന്മാർക്കുമൊക്കെ കടലിൽ പോകാൻ സാധിക്കാത്ത സ്ഥിതി ആയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു പൊണ്ണത്തടിയനായ ജെയിംസ് ജോസഫ് ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഈ വലിയ കപ്പല് ഈ അഴിമല ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ചുകൊണ്ടുവരുന്നു. ഞങ്ങളൊക്കെ ചിരിക്കുകയായിരുന്നു. അതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് പറഞ്ഞു കരിങ്കുളം വരെ വേണം, പിന്നീട് പറഞ്ഞു പൂവാർ വരെ വേണം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് വഴി കഴിയുന്ന 30,000 മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ഒരു സന്ദർഭത്തിൽ 1000 ശാസ്ത്രജ്ഞന്മാര് തലയിൽ കൈവച്ച ഭരണാധികാരികളോട് പറഞ്ഞു, ഈ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന ഒരു നടപടി പോലും ചെയ്തു പോകരുത്. പശ്ചിമഘട്ടം, നമ്മുടെ കാലാവസ്ഥ സൂക്ഷിക്കുന്ന പശ്ചിമഘട്ടത്തിലെ മലനിരകളെയൊക്കെ തകർത്ത് തരിപ്പിടമാക്കി കടലിലേക്ക് നിക്ഷേപിക്കാൻ ഭരണാധികാരികൾ അനുമതി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ആ എറണാകുളം അരമനയിൽ രാവിലെ ബലിയർപ്പിച്ച് മടങ്ങി വരുമ്പോൾ എൻ്റെ മുറിയൊക്കെ വെള്ളപ്പൊക്കമാണ്. അവിടെ മുഴുവനും വെള്ളപ്പൊക്കമാണ്. കൊച്ചിയൊക്കെ മുങ്ങിപ്പോകുന്ന പട്ടണങ്ങളുടെ ഭാഗമാണ്. മുംബൈ മുങ്ങിപ്പോകുന്ന പട്ടണങ്ങളുടെ ഭാഗമാണ്. ഈ പോക്കാണെങ്കിൽ നമ്മുടെ ചില ആളുകളൊക്കെ പറഞ്ഞ് പോർട്ട് വരട്ടെ, പോർട്ട് വന്നു തീർന്നാൽ വെള്ളത്തിനടിയിലാകും, സമുദ്രം വീട്ടിലേക്ക് കയറും. ഈ പട്ടണത്തിലുള്ള ആളുകളൊക്കെ വിചാരിക്കുന്ന സമുദ്രം അവർ കൈ തൊഴുതാൽ നിന്ന് പോകുന്ന സമുദ്രം അതിന്മേലുണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന ഈ ആഘാതം അതൊക്കെ അവഗണിച്ചുകൊണ്ട് മലകളെയും മലയിവിടുന്ന് നിർമ്മിച്ചു നോക്കി ശംഖുമുഖത്ത് ഡയഫ്രം വാൾ, ഈ പറഞ്ഞിരിക്കുന്ന ഇരുമ്പ് ഭിത്തി കൊണ്ട് കടലിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി 2-ാം വർഷം 22 കടലതിനെ ഇടിച്ച് ഭേദിച്ച് കയറി. അപ്പോൾ ഇവരുടെ ആരുടെയും സുരക്ഷിതത്വം തീർച്ചയല്ല. അവരുടെയൊക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, സ്വന്തമായി അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പടപ്പുറപ്പാടാണ് ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഏറ്റെടുത്തിരിക്കുന്നത്. 1990 ഇതുപോലെ കടൽ മുഴുവനും വിദേശ കപ്പൽ കൊണ്ട് നിറയ്ക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, എല്ലാ ലെറ്റർ ഓഫ് പെർമിറ്റും പിൻവലിക്കണം. അങ്ങനെ ഒരു ഐതിഹാസികമായ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, ആദിവാസികൾക്ക്, ദളിതർക്ക്, കർഷകർക്ക്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. തൻ്റെ ഇടത്തോടുകൂടി ഒറ്റക്കെട്ടായി നമുക്ക് ഇതുപോലെ വെൽഫെയർ പാർട്ടി പോലെ ധാരാളം സംഘടനകൾ ഇതിനകം വന്ന് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവരുടെയൊക്കെ പിൻബലം നമുക്ക് കരുത്താണ് നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്ക എപ്പോൾ ഇവിടെ വരുമെന്ന് പറയാൻ പറ്റുന്നില്ല. ശ്രീലങ്ക മുങ്ങിപ്പോയി. ഇനി കേരളമൊക്കെ ഏകദേശം ഇപ്പോഴേ കടത്തിലാണ്. ശമ്പളം കൊടുക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പോൾ കടമാക്കി മാറ്റി ഇങ്ങനെ ഭരിക്കുന്ന ഭരണാധികാരികളൊക്കെ ഇത് തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.